പൊങ്കലിന് ഇറക്കാൻ പ്ലാൻ ഇട്ടിട്ട് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാഞ്ഞ വിജയുടെ അവസാന സിനിമയായിട്ടുള്ള ജനനായകൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന പുള്ളിയുടെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു എന്നത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതായാലും തടഞ്ഞു വെച്ചിട്ടും ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവസാനം പടം റിലീസായിരിക്കുകയാണ്. ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ടൈറ്റിൽ കാർഡ് ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അധികമാർക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത അവസരമാണ് ഒരർത്ഥത്തിൽ ജനനായകൻ ആളുകൾക്ക് കൊടുക്കുന്നത്. ബാലകൃഷ്ണ എന്ന ബാലയ്യ നായകനായ ഭഗവന്ത് കേസരി എന്ന തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആയിട്ടുള്ള ഈ പടം ഒന്നാം പകുതി ഒരു മാസ് മസാല വിജയ് പടവും രണ്ടാം പകുതി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മാസ് മസാല കയറ്റിയാൽ എങ്ങനെയുണ്ടാകും അതുപോലെയുള്ള ഒരു സിനിമയാണ്. ശരിയായ ജനാധിപത്യം എങ്ങനെയായിരിക്കണം, താൻ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ വിജയ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ കാണാൻ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ സിനിമയാണ്. ഒരു സിനിമ അല്ലെങ്കിൽ വിജയ് എന്ന നടനുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന പോലെയാണ് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു റീ എഡിറ്റഡ് വേർഷൻ ആവശ്യമായിട്ട് വരും. തളപതി വെട്രിക്കൊണ്ടാൻ ആണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. പുള്ളി ഇപ്പോൾ ജയിലിലാണ്. വളരെ ആദർശധീരനും സത്യസന്ധനുമായിട്ടുള്ള ആ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ചെയ്യാത്ത തെറ്റിനാണ് ജയിലിലായിരിക്കുന്നത്. ജയിലിൽ വെച്ച് ജയിലറുടെ മകളായിട്ടുള്ള വിജിയുമായിട്ട് തളപതി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുന്നു. ടെൻഷൻ കൂടിയാൽ പാനിക് അറ്റാക്ക് വരുന്ന ഒരു ആരോഗ്യാവസ്ഥ വിജിക്കുണ്ട്. വിജിയുടെ അച്ഛന്റെ അഭാവത്തിൽ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു കണ്ടീഷനെ അതിജീവിക്കാൻ തളപതി അവളെ സഹായിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. എച്ച് വിനോദ് റീമേക്ക് ആയിട്ടുള്ള ഈ സിനിമ ഉണ്ടാക്കുന്നതിന്റെ ഒരു ചാലഞ്ചിനെ കുറിച്ച് പറഞ്ഞത് ഇതൊരു ബാലയ്യ സിനിമയാണ് എന്നതാണ്. അതായത് ബാലയ്യയുടെ സിനിമകൾക്ക് ഒരു പ്രത്യേക യൂണിവേഴ്സും ആ യൂണിവേഴ്സിൽ ന്യൂട്ടൺ ഇല്ലാത്ത ഫിസിക്സും ഒക്കെ ഉള്ളതാണ്. അത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആക്സെപ്റ്റ് ചെയ്തതുമാണ്. വിജയ് മസാലപ്പടങ്ങൾ ചെയ്യുമെങ്കിലും ബാലയ്യ ചെയ്യുന്ന ലെവലിൽ ഫിസിക്സിനെ അപമാനിക്കാൻ വിജയ് എന്നല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ വേറൊരു നടനും സാധിക്കുകയില്ല. ജനനായകന്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തലയിൽ കൈവച്ച് പോകുന്ന ലെവൽ പല ഐറ്റംസും ഭഗവന്ത് കേസരിയിൽ ഉള്ളത് കുറച്ചൊക്കെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ചിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. ഇതുപോലെ ഭഗവന്ത് കേസരിയിൽ ഓവറാക്കിയത് കുറച്ചൊന്ന് താഴ്ത്തുക എന്നുള്ള രീതിയിൽ റീമേക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് കണ്ടിരിക്കാൻ ജനനായകൻ ഒരിക്കലും ഒരു ടോർച്ചർ ആകുന്നില്ല. ഒന്നിലധികം പാട്ടുകളും ഒന്നിലധികം ഫൈറ്റ് സീക്വൻസുകളും ഉണ്ടാക്കിക്കൊണ്ട് ഒരു തട്ടുപൊളിപ്പൻ സിനിമ എന്ന രീതിയിൽ ഒന്നാം പകുതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പടത്തിന്റെ കുഴപ്പം തുടങ്ങുന്നത് രണ്ടാം പകുതിയിൽ ഭഗവന്ത് കേസരിയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ എഴുതാൻ സിനിമ തീരുമാനിക്കുമ്പോഴാണ്. ഫസ്റ്റ് ഹാഫ് എച്ച് വിനോദ് ഭഗവന്ത് കേസരി മാറ്റി എഴുതി, സെക്കൻഡ് ഹാഫ് വിജയ് പൂർണ്ണമായിട്ടും എഴുതി എന്ന് തോന്നുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. വിജി എന്ന കഥാപാത്രം ഫേസ് ചെയ്യുന്ന പേടി എന്ന കാര്യം, അതുപോലെ നായകൻ ചെറിയ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് മുതലായവ വിശദീകരിച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം ഒറിജിനൽ സിനിമയിലും ഉള്ളത് തന്നെയാണ്. പക്ഷേ ജനനായകനിലേക്ക് വരുമ്പോൾ നായകനെ എല്ലാ സമയത്തും അഡ്രസ്സ് ചെയ്യുന്നത് തളപതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒറിജിനലിൽ ഉള്ളതിന് പുറമേ ആയിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ നായകൻ പരിഹരിക്കുന്നുണ്ട്. അതുപോലെ കുറച്ചധികം ഉപദേശങ്ങളും പുള്ളി കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ ജനാധിപത്യത്തെക്കുറിച്ച് നായകൻ ഇങ്ങനെ കത്തിക്കയറി പോകുന്നത് കാണുമ്പോൾ ചെറിയൊരു സ്വേച്ഛാധിപത്യം നമുക്ക് ഫീൽ ചെയ്യും. ഒരു സീനിൽ വിജി സംസാരിക്കുന്നത് തളപതി മറഞ്ഞു നിന്ന് കേൾക്കുന്നത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വ്യക്തിജീവിതം ത്യജിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഈ മനുഷ്യൻ എന്റെ തളപതിയാണ്, അണ്ണനാണ്, ചിത്തപ്പനാണ്, അപ്പനാണ് എന്നൊക്കെ വിജി പറയുമ്പോൾ തളപതി അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്. പുള്ളി തന്നെ നായകനായ പടത്തിൽ പുള്ളിയുടെ തന്നെ സ്ക്രീൻ ടൈറ്റിൽ ഉപയോഗിച്ച് പുള്ളിയെ തന്നെ വാഴ്ത്തിപ്പാടുന്നത് കേട്ടിട്ട് പുള്ളി തന്നെ കരയുന്നത് കാണുമ്പോൾ അണ്ണ കൊഞ്ചം കീഴെ ഇറങ്ങി എന്ന് പറയാൻ അങ്ങോട്ട് തോന്നിപ്പോയി. വില്ലന്മാരെ നായകൻ പേടിപ്പിക്കുന്ന സീനുകളിൽ ഉള്ള പഞ്ച് ഡയലോഗുകൾക്ക് നല്ല പഞ്ചുണ്ടായിരുന്നു. എന്നാൽ വില്ലന്മാരെ കൊണ്ട് നായകനെ പൊക്കിയെടുപ്പിക്കുന്ന തരം ഡയലോഗുകൾ വന്നത് ഒരുമാതിരി പഴയ ചില ബി ഉണ്ണികൃഷ്ണൻ സിനിമകളെ ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞതുപോലെ രണ്ടാം പകുതി വിജയ് എന്ന പൊളിറ്റീഷ്യന്റെ രാഷ്ട്രീയ എതിരാളികളെ മനസ്സിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. DMKയുടെ കുടുംബ രാഷ്ട്രീയത്തെയും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെയുമാണ് ആ ഭാഗത്ത് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ രണ്ടിൽ നിന്നും തമിഴ്നാടിനെയും ഒരു പരിധിവരെ ഇന്ത്യയെയും രക്ഷിച്ച് ജനാധിപത്യം നിലനിർത്തുന്ന രക്ഷകനായിട്ടാണ് ഇത്തവണ വിജയ് വരുന്നത്. ഒറിജിനൽ തെലുങ്ക് സിനിമയിലെ വില്ലൻ ട്രാക്കിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യാസമുള്ളൊരു വില്ലനാണ് ഇവിടെയുള്ളത്. ആൾ ഇന്റർനാഷണൽ ആയതുകൊണ്ട് റിമോട്ട് കൺട്രോൾ യുദ്ധമടക്കം വലിയ വലിയ സംഭവങ്ങളിലേക്ക് ഇമാജിനേഷൻ ലെവലിൽ പോകാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അത് പലതും സ്ക്രീനിൽ കാണുമ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ബഹളമാണ്. അതിമാനുഷികത്വം കാണിക്കുന്ന നായകനെയൊക്കെ കാണിക്കുമ്പോൾ സ്ക്രീനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ ഗ്രാൻഡിയോർ കൊണ്ടുവരാൻ സിനിമാറ്റോഗ്രാഫിയിലൂടെ സത്യൻ സൂര്യന് സാധിക്കുന്നുണ്ട്. സിനിമ 3 മണിക്കൂർ ഉണ്ടെങ്കിലും പേസിംഗ് ഒരു പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടില്ല. ഡാൻസ് നമ്പറുകളും സ്ലോ ആയിട്ടുള്ള സെന്റിമെന്റൽ പാട്ടുകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആൽബമാണ് അനിരുദ്ധ് പടത്തിന് കൊടുത്തിരിക്കുന്നത്. തന്റെ അവസാന സിനിമയിൽ അഭിനേതാവ് എന്ന നിലയിൽ തന്റെ ഇമോഷണൽ റേഞ്ച് പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരം ഒരു കഥാപാത്രത്തെയാണ് വിജയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കയ്യടികൾ നേടുന്ന സ്ഥലം സ്വാഗർ കാണിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. സെന്റിമെന്റൽ സീനുകളിൽ പുള്ളി സ്വല്പം വീക്ക് തന്നെയാണ്. ഭാഗ്യവശാൽ ഇതിന്റെ ഒരു റെഫറൻസ് പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാലയ്യ ആയതുകൊണ്ട് അത് കണ്ടിട്ട് ഇത് കാണുന്നവർക്ക് അത്ര മോശമായ പ്രകടനമായിട്ട് തോന്നാൻ സാധ്യതയില്ല. തളപതി കച്ചേരി എന്ന പാട്ടിൽ കളിക്കേണ്ടി വന്ന
ഫാൻസ് തന്നെയായിരിക്കും പൂജ ഹെഗ്ഡേക്ക് ഈ സിനിമയിൽ പണിയെടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഭാഗം. എനിക്ക് മമിത ബൈജുവിന്റെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. സിനിമയുടെ തുടക്ക ഭാഗങ്ങളിലെ പാനിക് ആകുന്ന പോർഷൻസിലെ അഭിനയം നന്നായിരുന്നു. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരിയുടെ ആക്ഷൻ ചെയ്യുമ്പോഴുള്ള ഫ്ലെക്സിബിലിറ്റി കാരണം മമിതയ്ക്കും വിജയ്ക്കും ഓൾമോസ്റ്റ് ഈക്വൽ ടൈം കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ സ്റ്റൈലും ഉണ്ട്. സൂപ്പർ ഹീറോ സ്റ്റൈൽ ലാൻഡിംഗ് ഒക്കെ മമിത ക്രാക്ക് ചെയ്തത് കാണുമ്പോൾ ആരെങ്കിലും പുള്ളിക്കാരിയെ വെച്ച് ഒരു ആക്ഷൻ സബ്ജക്ട് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. പ്രകാശ് രാജ് തന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ലോക്കലായിട്ടുള്ള വില്ലനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ബോബി ഡിയോളിന് ശരീര സൗന്ദര്യ പ്രദർശനവും തലേദിവസം എരിവ് കൂടിയ എന്തോന്ന് കഴിച്ചു എന്ന രീതിയിലുള്ള സംസാരവും തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. TVK സപ്പോർട്ടർമാർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ആവേശം ഒന്ന് കുറഞ്ഞു എന്ന് തോന്നിയാൽ കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ജനനായകൻ. കാരണം പടം അവസാനിക്കുന്നത് പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തു വരുന്ന ദളപതി വോട്ട് ചെയ്യൂ, മാറ്റം കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പറയുന്ന ഡൈ ഹാർഡ് വിജയ് ഫാൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പടം കാണണോ വേണ്ടയോ എന്ന് അറിയാൻ ഒരു റിവ്യൂ നോക്കുന്ന വ്യക്തി ആയിരിക്കുകയില്ല. കാരണം അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സിനിമ മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ട നായകന്റെ ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ ഡയലോഗുകളും മാനറിസങ്ങളും റെഫറൻസുകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫാൻ സർവീസാണ് ഈ സിനിമ. വ്യക്തിപരമായിട്ട് ഈ ഒരു സിനിമയുടെ വലിയ ആരാധകനല്ലെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഈ സിനിമ റിവ്യൂ പരിപാടിയിൽ ഒരുപാട് ഓർത്തിരിക്കാവുന്ന സംഭവങ്ങൾ വിജയ് എന്ന നടന്റെ സിനിമകളുടെ റിലീസുമായിട്ട് ഉണ്ടാകാറുണ്ട്. ടിക്കറ്റ് കിട്ടാനുള്ള ഓട്ടം, തലൈവ, പുലി മുതലായ സിനിമകളുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളും അനിശ്ചിതത്വങ്ങളും അങ്ങനെ പലതും. ഒരുപക്ഷെ വേറെ ഒരു താരം വന്നേക്കാം, എന്നാലും പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഒക്കെ ഫാൻ ഷോ നടക്കുക എന്ന് പറയുന്ന സംസ്കാരം ഒരുപക്ഷെ ഇദ്ദേഹം അഭിനയം നിർത്തുന്നതോടെ നിൽക്കാനുള്ള സാധ്യത കേരളത്തിലെങ്കിലും ഉണ്ട്. ഒരു TVK സപ്പോർട്ടറായിട്ട് 3 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് പരകായ പ്രവേശം നടത്താൻ പറ്റുമെങ്കിൽ ഈ സിനിമ ആർപ്പ് വിളിച്ച് കാണാൻ പറ്റും. ഇതിലെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആസ്വദിച്ചത് എൻ്റെ ചുറ്റുവട്ടത്തായിട്ട് TVK മോഡ് ഓൺ ആക്കിയിട്ട് പടം കണ്ടുകൊണ്ടിരുന്ന പലരുടെയും മുഖത്തെ സന്തോഷം കണ്ടിട്ടാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്